ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ചില ഫിസിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചും ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിസ്റ്റംസിൽ അൺനോൺ ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ ന്യൂട്ടോണിയൻ ഫോർമുലേഷനേക്കാൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്ടോണിയൻ ഫോർമുലേഷനേക്കാൾ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന ഒരു രീതിയാണ് അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അനലിറ്റിക്കൽ മെക്കാനിക്സിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എന്താണ് കൺസ്ട്രെയിൻസ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസിനെ പറ്റി പറഞ്ഞപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എ മോഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ റെസ്ട്രിക്റ്റഡ് മാനർ ആണ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ മോഷന് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ട്രെയിന് ഒരു റെയിൽപാളത്തിൽ കൂടി പോകുന്നു. സോ ട്രെയിനിൻ്റെ മോഷന് എന്തുണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ റെയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനും അതുപോലെ തന്നെ ട്രെയിൻ റെയിലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴുള്ള ഫോഴ്സിനെ നമ്മൾ ഇവിടെ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇനി അപ്പോൾ എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് നമുക്കറിയാം. ഒരു മോഷന് കൊടുക്കുന്ന റെസ്ട്രിക്ഷനെ നമുക്ക് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തെ നമ്മൾ കൺസ്ട്രെയിൻസിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഓക്കെ, സോ constraints are classified into different types. Constraints are classified into different types based on 4 criteria. 4 ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ 4 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസാണ് കൺസ്ട്രെയിൻസിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് ഓക്കെ, ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സ്ക്ലീറോനോമസ് ആൻഡ് റിയോനോമസ് കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇതാണ്, സ്ക്ലീറോനോമസ് ആൻഡ് റിയോനോമസ് കൺസ്ട്രെയിൻസ്. അപ്പോൾ എന്താണ് സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ, എന്താണ് റിയോനോമിക് കൺസ്ട്രെയിൻ എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഓക്കെ, ഇൻ എ സ്ക്ലീറോനോമിക് സിസ്റ്റം the constraints present do not depend on the time explicitly. അതായത് നമുക്കൊരു സിസ്റ്റം തന്നിരിക്കുന്നു, അതിലെ കൺസ്ട്രെയിൻസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസ്ട്രെയിൻസിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് നമ്മൾ കൺസ്ട്രെയിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ ടൈം ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള കൺസ്ട്രെയിൻസിനെ നമ്മൾ സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കും. അതായത് ടൈം ഡിപ്പെൻഡൻസ് ഇല്ലാത്ത കൺസ്ട്രെയിനെ വിളിക്കുന്ന പേരാണ് സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന കേസ് എടുക്കുക. ആൻ എക്സാമ്പിൾ ഫോർ എ സ്ക്ലീറോനോമിക് സിസ്റ്റം ഈസ് എ സിമ്പിൾ പെൻഡുലം വിത്ത് എ റിജിഡ് സപ്പോർട്ട്. കൃത്യമായി പറയുന്നുണ്ട് റിജിഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ വളരെ ഉറപ്പുള്ള ഒരു സപ്പോർട്ടിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുക. അങ്ങനെ ഉറപ്പുള്ള സപ്പോർട്ട് എന്ന് പറയാൻ കാരണം ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കും. അത് ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കലും ലെങ്ത് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ഒരു സിമ്പിൾ പെൻഡുലം ഒരു റിജിഡ് സപ്പോർട്ടിന്മേൽ ഓസിലേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനിൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ആണെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണ്, അതിൻ്റെ ലെങ്ത് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ലെങ്ത് അതിനൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കൺസ്ട്രെയിൻ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് കൺസ്ട്രെയിൻ. ആ ലെങ്ത് എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് എ സിമ്പിൾ പെൻഡുലം വിത്ത് എ റിജിഡ് സപ്പോർട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ്
here the distance of the mass from the point of suspension remains constant in time according to the relation r equal to L. സോ ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ L തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, സോ വെർ L ഈസ് ദ ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഓർക്കുക, ഒരു കൺസ്ട്രെയിൻഡ് റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ ആ കൺസ്ട്രെയിൻഡ് റിലേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള കൺസ്ട്രെയിനെയാണ് നമ്മൾ സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ എന്ന് വിളിക്കുക. സോ അങ്ങനെയുള്ള സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ്റെ നമ്മളൊരു ജനറൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസ്ട്രെയിൻഡ് റിലേഷൻ ഇൻ എ സ്ക്ലീറോനോമിക് സിസ്റ്റം വിൽ ബി ഓഫ് ദ ഫോം, ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷനാണെന്ന് നമുക്ക് ക്ലിയർ അല്ല, കാരണം നമുക്ക് സിസ്റ്റം എന്താണെന്ന് അറിയില്ല. സോ ജനറലി നമ്മൾ എഴുതുന്നു എ കൺസ്ട്രെയിൻഡ് റിലേഷൻ ഇൻ എ സ്ക്ലീറോനോമിക് സിസ്റ്റം വിൽ ബി ഓഫ് ദ ഫോം f of r1 r2 r3 etc rn is equal to a constant. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്ട്രെയിൻഡ് റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ അതെന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താ, കോർഡിനേറ്റ്സുകളാണ്, എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് പോലെ തന്നെ. സോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ കോർഡിനേറ്റ്സ്. ഇതിനകത്ത് എവിടെയും ടൈമിൻ്റെ ഫാക്ടർ വരുന്നില്ല, അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, so here the constrained relations are independent of time, so they are called scleronomic constraint. അപ്പോൾ സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻ്റെ ജനറൽ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ എഴുതിയത് എഫ് ഓഫ് r1 r2 r3 എക്സെട്ര rn ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മളത് എന്താ എഴുതിയത്, r ഈസ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എഴുതിയിരുന്നു. r ഈസ് ഈക്വൽ ടു എൽ. ഓക്കെ, കാരണം അവിടെ ലെങ്ത് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം റിയോനോമിക്, സ്ക്ലീറോനോമിക് ആൻഡ് റിയോനോമിക് എന്ന് പറഞ്ഞു. സ്ക്ലീറോനോമിക്കിൽ ഇത് ടൈം കൺസ്ട്രെയിൻഡ് റിലേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിയോനോമിക്? ദ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം എക്സ്പ്ലിസിറ്റ്ലി. സോ ഫോർ എ റിയോനോമിക് സിസ്റ്റം ദ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ഡിപ്പെൻഡ് ഓൺ ടൈം എക്സ്പ്ലിസിറ്റ്ലി, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ആ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ലെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലം എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് വേരിയബിൾ ആണ്. അത്തരത്തിലുള്ളൊരു സിമ്പിൾ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ടൈമിനനുസരിച്ച് അവിടെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു എന്ന്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൺസ്ട്രെയിൻസ് ഡിപ്പെൻഡ് ഓൺ ടൈം എക്സ്പ്ലിസിറ്റ്ലി. അതായത് കൺസ്ട്രെയിൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് സിമ്പിൾ പെൻഡുലം വിത്ത് വേരിയബിൾ ലെങ്ത് ഈസ് ആൻ എക്സാമ്പിൾ whose constraint equation can be written as r of t is equal to l of t. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് കൺസ്ട്രെയിൻറ്റ് റിലേഷൻ? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എഴുതി r ഈക്വൽ ടു എൽ എന്നായിരുന്നു സ്ക്ലീറോനോമിക്കിൻ്റെ കേസിൽ. അതേസമയം റിയോനോമിക്കിൻ്റെ കേസിൽ ദിസ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ടൈം, എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ജനറലായിട്ട് നമ്മളൊരു റിയോനോമിക് കൺസ്ട്രെയിൻ്റെ റിലേഷൻ എന്ന് പറയുന്ന ഈ രീതിയിൽ നമുക്ക് എഴുതാം. എഫ് ഓഫ് r1 r2 r3 എക്സെട്ര rn കോമ t ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻഡ് റിലേഷൻ്റെ കൺസ്ട്രെയിൻഡ് റിലേഷനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എഴുതുമ്പോൾ അതിൽ ടൈം ഒരു ഫാക്ടറാണ്. ഓക്കെ, മുമ്പത്തെ കേസിൽ ടൈം ഇല്ല, ഇവിടെ ടൈം ഒരു ഫാക്ടറാണ്. സോ if the constrained relations depends on time explicitly, they are called rheonomic constraints, and if the constrained relations are independent of time, then it is called scleronomic constraint. അപ്പോൾ കൺസ്ട്രെയിൻഡ് റിലേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് സ്ക്ലീറോനോമിക് ആൻഡ് റിയോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ടാണ്. റിയോനോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലം വിത്ത് വേരിയബിൾ ലെങ്ത് ആണ്. സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് r1 r2 r3 എക്സെട്ര rn ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. അതേസമയം റിയോനോമിക് കൺസ്ട്രെയിൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിലേഷൻ എഫ് ഓഫ് r1 r2 r3 എക്സെട്ര rn കോമ t ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നൗ നമ്മൾ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് സിസ്റ്റംസ് വിത്ത് ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്. എന്താണ് ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്? സോ systems which are independent of the velocities
or which can be made independent of the velocities is called holonomic system. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രെയിൻഡ് റിലേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ വെലോസിറ്റിയുടെ ടേം ഇല്ല എങ്കിൽ, അതായത് കൺസ്ട്രെയിൻഡ് റിലേഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു റിലേഷനെ വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, സപ്പോസ് ഇനീഷ്യലി നമ്മൾ എഴുതുമ്പോൾ അത് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആയി തോന്നാമെങ്കിലും വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആക്കി അതിൻ്റെ കൺസ്ട്രെയിൻഡ് റിലേഷനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിലും അതിനെ നമ്മൾ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഇഫ് ദ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് വെലോസിറ്റീസ് or which can be made independent of velocities are called holonomic constraints. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത് ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ പ്രത്യേകത അറിയാം, ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. സോ ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി, ദാറ്റ് ഇസ് എ ബോഡി ഇൻ വിച്ച് ദ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസസ് ആർ ഫിക്സഡ്, and the motion of a simple pendulum with a rigid support are examples for a holonomic system. So simple pendulum with a rigid support, simple pendulum with a rigid support ന്റെ കേസിൽ കൺസ്ട്രെയിൻഡ് റിലേഷൻ നമ്മൾ പറഞ്ഞു R = L ആണ്. ഇതിൽ ലെങ്ത് മാത്രമേ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ, ഇവിടെ എവിടെയും വെലോസിറ്റി ഡിപ്പെൻഡൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഫോർ എ ഹോളോനോമിക് കൺസ്ട്രെയിന് കൂടി എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ റിജിഡ് ബോഡിയുടെ കാര്യം പറഞ്ഞു. റിജിഡ് ബോഡിയുടെ ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്, മോഡുലസ് ഓഫ് RI - RJ = CIJ. RI RJ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രണ്ട് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഒന്ന് ith പാർട്ടിക്കിൾ, ഒന്ന് jth പാർട്ടിക്കിൾ. ith പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ RI എന്നും jth പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ RJ എന്നും എടുക്കുന്നു. സോ ഈ ith പാർട്ടിക്കിളും jth പാർട്ടിക്കിളും തമ്മിലുള്ള സെപ്പറേഷനാണ് മോഡുലസ് ഓഫ് RIJ - RJ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെയും എന്ത് വരുന്നില്ല? വെലോസിറ്റിയുടെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഈ കൺസ്ട്രെയിൻഡ് റിലേഷൻ വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഒരു റിജിഡ് ബോഡിയും എന്തിന് എക്സാമ്പിളാണ്? ഹോളോനോമിക് കൺസ്ട്രെയിന് എക്സാമ്പിളാണ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് നോൺ ഹോളോനോമിക് സിസ്റ്റംസ്? നോൺ ഹോളോനോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? The non-holonomic systems are those in which the constrained relations depends on velocity. കൺസ്ട്രെയിൻഡ് റിലേഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസിനെ നമ്മൾ നോൺ ഹോളോനോമിക് സിസ്റ്റംസ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് ഇൻ ദ കേസ് ഓഫ് എ സ്പിയർ റോളിംഗ് ഓൺ എ പ്ലെയിൻ വിത്തൗട്ട് സ്ലൈഡിങ്. ഒരു സ്പിയർ ഒരു പ്ലെയിനിൽ കൂടി റോൾ ചെയ്യുന്നു വിത്തൗട്ട് സ്ലൈഡിങ്. കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്, കൺസ്ട്രെയിൻഡ് റിലേഷൻ എന്ന് പറയുന്നത് നോൺ ഹോളോനോമിക് ആയിരിക്കും. കാരണം അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇഫ് ദ വെലോസിറ്റി ടേം ഈസ് ആബ്സെൻറ്റ് or can be integrated out to make it free, then it will be holonomic. ഓക്കെ, അതായത് ഈ പറഞ്ഞ വെലോസിറ്റി ടേം ഇനീഷ്യലി ഉണ്ടെങ്കിലും ആ വെലോസിറ്റി ടേമിനെ നമുക്ക് അതിനകത്ത് നിന്ന് ഒഴിവാക്കി വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആക്കി ആ എക്സ്പ്രഷനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ നോൺ ഹോളോനോമിക്കിനെ നമുക്ക് എന്താക്കി എഴുതാം? അത് ഹോളോനോമിക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. എക്സാമ്പിൾ, ഓക്കെ, for a cylinder rolling on a plane, the constrained relations are integrable and can be reduced to a holonomic form as shown in the below. നിങ്ങൾ ഇവിടെ ഈ ഡയഗ്രാം നോക്കുക. ഇത് ഒരു XY പ്ലെയിനിൽ കൂടി ഒരു സിലിണ്ടർ, അപ്പോൾ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ സർക്കിളായിട്ട് തോന്നും, പക്ഷേ ഇതൊരു സിലിണ്ടറാണ്, ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ ഓക്കെ. സോ ഐദർ ഒന്നെങ്കിൽ സിലിണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്പിയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു സ്പിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താലും മതി. ഇനി ഇവിടെ ഈ സ്പിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഈ XY പ്ലെയിൻ, ഈ പ്ലെയിനിൽ കൂടി ഒരു സ്പിയർ താഴത്തേക്ക് റോൾ ചെയ്യുകയാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, അതായത് റോളിംഗ് മാത്രമേ ഉള്ളൂ, ഇതെന്ത് ചെയ്യുന്നില്ല? തെന്നി മാറുന്നില്ല അല്ലെങ്കിൽ നിരങ്ങുന്നില്ല. ദിസ് ഇസ് റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇനി ഇങ്ങനെയുള്ള ഒരു കേസ് നമ്മൾ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ ഇവിടെ എത്തി. ഇതിനിടയിൽ ഇത് ട്രാവൽ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, L ലെങ്ത് ഇത് ട്രാവൽ ചെയ്തു. ഈ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണ്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു R ഒമേഗ എന്ന് നമുക്കറിയാവുന്ന എക്സ്പ്രഷനാണ്. ഇവിടെ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണ്. സോ ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു A ഒമേഗയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതിയ എക്സ്പ്രഷനിൽ തന്നെ എന്ത് വന്നു?
വെലോസിറ്റി ഒരു ഫാക്ടറായിട്ട് വന്നു. ഓക്കെ, പക്ഷേ നമുക്കിതിനെ വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആക്കി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഈ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? dl/dt, where L is the length traveled, distance traveled. So dl/dt is equal to a into omega എന്ന് പറഞ്ഞ d(θ/dt) ആണ്. ഓക്കെ, അപ്പോൾ dl/dt equal to a into d(θ/dt) യിൽ നിന്നും dl equal to a dθ എന്ന് നമുക്ക് എഴുതാം. അവിടെ നിന്ന് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏതിനെ? ഈ dl ഈക്വൽ ടു എ dθ എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dl L വരും, എ dθ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എ തീറ്റ വരും, പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വരും. ഓർ ഇവിടെ നമുക്ക് L മൈനസ് എ തീറ്റ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഈ കേസിലുള്ള കൺസ്ട്രെയിൻഡ് റിലേഷൻ. അപ്പോൾ L മൈനസ് എ തീറ്റ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന റിലേഷനിൽ എവിടെയും വെലോസിറ്റി ഫാക്ടേഴ്സ് വരുന്നില്ല. അപ്പോൾ വെലോസിറ്റി നമ്മൾ ഇപ്പം ആദ്യം എഴുതിയ v ഈക്വൽ ടു എ ഒമേഗ എന്ന് പറയുന്നതിൽ വെലോസിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഈ വെലോസിറ്റി ഈക്വൽ ടു എ ഒമേഗയിൽ നിന്നും L മൈനസ് എ തീറ്റ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന എക്സ്പ്രഷനിലേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ ആ വെലോസിറ്റി ടേമിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ വെലോസിറ്റി ഇൻഡിപെൻഡൻ്റ് ആക്കി നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ കൺസ്ട്രെയിൻഡ് റിലേഷനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതും എന്ത് തരത്തിലുള്ള കൺസ്ട്രെയിൻ ആണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഹോളോനോമിക് കൺസ്ട്രെയിൻ. സോ ഇതും എന്തിന് എക്സാമ്പിളാണ്? ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻ എക്സാമ്പിളാണ്. ഇനി ഹോളോനോമിക് അതുപോലെ തന്നെ നോൺ ഹോളോനോമിക്കിൻ്റെ ജനറൽ എക്സ്പ്രഷൻസ് ഇവിടെ നോക്കിയേ. ഈ ഒരു നോൺ ഹോളോനോമിക്കിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? നോൺ ഹോളോനോമിക്കിലാണെങ്കിൽ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് എഫ് ഓഫ് R1 R2 R3 എക്സെട്ര Rn R1 ഡോട്ട്. എന്തായിരിക്കും ഈ R1 ഡോട്ട് എന്ന് പറഞ്ഞാൽ? R1 ഡോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് dr1/dt ആണ്. അപ്പോൾ ഇതെന്താ? ഇത് വെലോസിറ്റി ടേം ആണ് അല്ലേ? അപ്പോൾ ഇതിൽ എന്തുണ്ട്? വെലോസിറ്റി ഫാക്ടർ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. സോ R1 ഡോട്ട് T ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻ ആണ് എങ്കിൽ അവിടെ എന്തുണ്ട്? ഇതൊരു നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. അതായത് കൺസ്ട്രെയിൻഡ് റിലേഷൻസിൽ വെലോസിറ്റി കമ്പോണൻറ്റ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് റിലേഷൻ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. അതേസമയം വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഹോളോനോമിക് കൺസ്ട്രെയിൻ ആണ്. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അത് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് സിസ്റ്റംസ് എന്നുള്ളതാണ്. അതായത് if the total mechanical energy of a system is conserved while performing the constrained motion, we say that constrained forces do not do any work. അതായത് നമ്മളൊരു കൺസ്ട്രെയിൻഡ് മോഷൻ കൺസിഡർ ചെയ്യുന്നു, ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റംസ് എന്ന് വിളിക്കും. അതേസമയം എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്പേറ്റീവ് ഫോഴ്സുകൾ അതിൽ ഇൻവോൾവ് ആണ് എങ്കിൽ, അതായത് ഡിസിപ്പേറ്റീവ് ഫോഴ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിസ്റ്റംസിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ കൺസർവേറ്റീവ് സിസ്റ്റംസ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻ സച്ച് എ സിസ്റ്റം ദ ഫോഴ്സസ് ആർ ഡിറൈവബിൾ ഫ്രം എ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. ഏത് കേസിലാണ്? ഇഫ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് എ കൺസേർവ്ഡ്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ മൈനസ് ഡെൽ യു എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഫോഴ്സിനെ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ഡിറൈവബിൾ ആണ് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം. സോ ഇഫ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആർ നോട്ട് ഡൂയിങ് എനി വർക്ക്, കൺസ്ട്രെയിൻഡ് ഫോഴ്സ് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതിനെ നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് ഇൻ ദ കേസ് ഓഫ് എ സ്പിയർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആസ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് നോട്ട് സ്ലൈഡിങ്. ഒരു സ്പിയർ ഒരു സർഫസിൽ കൂടി റോൾ ചെയ്യുന്നു, ഓക്കെ, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല? സ്ലൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിരങ്ങുന്നില്ല. നിരങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഫ്രിക്ഷൻ വരിക. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാതെ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾമോസ്റ്റ് സീറോ ആയിട്ട് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷേ അവിടെ എന്തുണ്ട്? കൺസ്ട്രെയിൻ ഉണ്ട്. പക്ഷേ കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾ ഉണ്ടാവും, പക്ഷേ ആ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കും? കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഡു നോട്ട് ഡു എനി വർക്ക് ആൻഡ് ദ സിസ്റ്റം ഈസ് കൺസർവേറ്റീവ്. അതേസമയം നോൺ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആർ ഡിസിപ്പേറ്റീവ് ആൻഡ് ഡു വർക്ക്. അവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി വോണ്ട് ബി കൺസേർവ്ഡ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. അതിനൊരു എക്സാമ്പിൾ പറയാം.
the simple pendulum with its bob sliding on a circular track. അതായത് സപ്പോസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുക, നമുക്കിവിടെ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന ട്രാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ ട്രാക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് സംഭവിക്കും? ഈ ബോബ് ഈ സർഫസിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബോബ് എപ്പോഴും ഈ സർഫസിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിനിടയിൽ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക? അവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. അപ്പോൾ അതൊരു നോൺ കൺസർവേറ്റീവ് സിസ്റ്റമായിട്ട് മാറും. സോ ദിസ് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഫോർ എ നോൺ കൺസർവേറ്റീവ് സിസ്റ്റം. നൗ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ സിസ്റ്റംസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ബൈലാറ്ററൽ അല്ലെങ്കിൽ യൂണിലാറ്ററൽ സിസ്റ്റം? ബൈലാറ്ററൽ അല്ലെങ്കിൽ യൂണിലാറ്ററൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സിസ്റ്റം തന്നിരിക്കുന്നു, നമ്മളതിൻ്റെ കൺസ്ട്രെയിൻഡ് റിലേഷൻ എഴുതുന്നു. അങ്ങനെ ഒരു കൺസ്ട്രെയിൻഡ് റിലേഷൻ എഴുതുമ്പോൾ അതൊരു ഈക്വാലിറ്റി ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ബൈലാറ്ററൽ സിസ്റ്റംസ് എന്നും, അതൊരു ഇനീക്വാലിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിലാറ്ററൽ സിസ്റ്റം എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഇഫ് ദ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ഓഫ് എ സിസ്റ്റം ആർ എക്സ്പ്രസ്ഡ് ആസ് ഇക്വേഷൻസ് ആണ്, അതായത് ഈക്വാലിറ്റി ആണ്. ഓക്കെ, നോട്ട് ഇനീക്വാലിറ്റി. ദ സിസ്റ്റം ഈസ് സെഡ് ടു ബി ബൈലാറ്ററൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് നമ്മൾ R = L എന്ന് എഴുതി, കൺസ്ട്രെയിൻഡ് റിലേഷൻ. അതിൻ്റെ നടുക്കുള്ള സൈൻ = സൈൻ ആണ്, അതുകൊണ്ട് തന്നെ അതൊരു ഈക്വാലിറ്റിയാണ്. ഇവിടെ ദ മോഷൻ ഓഫ് എ ഡിഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡിയുടെ നേരെ ഓപ്പോസിറ്റാണ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇന്റർ പാർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫിക്സഡാണ്, അതിനെ നിങ്ങൾക്ക് ഡീഫോം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേസമയം ഡിഫോമബിൾ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർ പാർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള കേസാണ് ഡിഫോമബിൾ ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡിഫോമബിൾ ബോഡി ആണെങ്കിൽ അതിൻ്റെ രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് RI - RJ. റിജിഡ് ബോഡി ആണെങ്കിൽ ഇതെങ്ങനെയാണ് പറഞ്ഞത്? റിജിഡ് ബോഡി ആണെങ്കിൽ മോഡുലസ് ഓഫ് RI - RJ = സം CIJ, ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞത്. അതേസമയം ഡിഫോമബിൾ ബോഡി ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. എന്ന് വെച്ചാൽ രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു ഡിഫോമബിൾ ബോഡിയാണ്. സോ ദിസ് ഇസ് എ ഡിഫോമബിൾ ബോഡി. പക്ഷേ ഇവിടെ നിങ്ങൾ ഇത്രയും നോക്കേണ്ടതുള്ളൂ, ഇതിൻ്റെ നടുക്കുള്ള സൈൻ എന്താണ്? = ആണ്, അതായത് ഒരു ഈക്വാലിറ്റിയാണ്, ഒരു ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ബൈലാറ്ററൽ സിസ്റ്റംസ് എന്ന് വിളിക്കും. അതേസമയം ഒരു യൂണിലാറ്ററൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും = സൈൻ ആയിരിക്കില്ല, മറിച്ചൊരു ഇനീക്വാലിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, if the constrained relations are expressed in the form of inequalities, the system is unilateral. ഇത് നോക്കിയേ, f of R1, R2, R3, etc. Rn R1 dot R2 dot Rn dot etc. t is greater than or equal to c. ഓക്കെ, ഇതിന് ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഒരു പാർട്ടിക്കിള് ഒരു സ്പിയറിൻ്റെ സർഫസിൽ കൂടിയും അതുപോലെ തന്നെ സ്പിയറിൻ്റെ ഉള്ളിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കൺസ്ട്രെയിൻ എങ്ങനെ പറഞ്ഞത്? x² + y² + z² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a² എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നു. ഇവിടെ എന്താ ഉള്ളത്? നടുക്കുള്ള സൈൻ എന്ന് പറയുന്നത് ഒരു ഇനീക്വാലിറ്റി സൈനാണ്. സോ ഇതൊരു ഇനീക്വാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന കൺസ്ട്രെയിനുകളെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ യൂണിലാറ്ററൽ സിസ്റ്റംസ് എന്ന് വിളിക്കും. സോ ഇതാണ് ബൈലാറ്ററൽ, അതുപോലെ തന്നെ യൂണിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എത്ര ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്ലീറോനോമിക് ആൻഡ് റിയോനോമിക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സ്ക്ലീറോനോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ആർ ടൈം ഇൻഡിപെൻഡൻറ്റ്. റിയോനോമിക് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ആർ ടൈം ഡിപ്പെൻഡൻറ്റ്. രണ്ടിൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ഓരോന്നിനും ഓരോ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. അടുത്തത് സിസ്റ്റംസ് ഓഫ് ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ. അത് വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റും വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് എന്നുള്ള രീതിയിലാണ് ഹോളോനോമിക് നോൺ ഹോളോനോമിക് എന്ന് പറയുക. അതിനും അതിൻ്റെ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. മൂന്നാമത്തത് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ആണ്. അതായത് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് വർക്കൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കുമെന്നും അത്തരത്തിലുള്ള സിസ്റ്റംസെ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുമെന്നും പറഞ്ഞു. അതേസമയം കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല, അതിനെ നോൺ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. എക്സാമ്പിൾസും ഓർത്തിരിക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ സിസ്റ്റംസ് എന്നുള്ളതാണ്. അവിടെയും ഇതുപോലെ തന്നെയാണ്.
ഈ കൺസ്ട്രെയിൻഡ് റിലേഷൻസിൽ ഒരു കൺസ്ട്രെയിൻഡ് റിലേഷൻസ് ഇക്വേഷൻസ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് ബൈലാറ്ററൽ സിസ്റ്റംസ് ആണ്. അതേസമയം കൺസ്ട്രെയിൻഡ് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ഇനീക്വാലിറ്റി ആണെങ്കിൽ അത് യൂണിലാറ്ററൽ സിസ്റ്റംസ് ആയിരിക്കും. സോ ഇതാണ് പ്രധാനമായിട്ടും കൺസ്ട്രെയിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ്. അതാണ് നിങ്ങളുടെ സിലബസിൽ എടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാ കൺസ്ട്രെയിൻസും പഠിക്കുക. അതിൽ തന്നെ ഹോളോനോമിക് ആൻഡ് നോൺ ഹോളോനോമിക് കൂടുതലായി ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.